ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ലോണം നിറം വെച്ച് തിളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് നമ്മൾ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ മുഖത്തേക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അധിക പേർക്കും ചിലർക്ക് റിസൾട്ട് കിട്ടി, ചിലർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സെയിം പാക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കും. സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. ഓരോ സ്കിൻ ടൈപ്പിനും സൂട്ട് ഓരോരോ സാധനങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാനും അതേപോലെ തന്നെ പാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മുഖം തിളക്കിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാൽ തന്നെയാണ്. പാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മുഖം തിളക്കിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാലെടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം പാൽ മതി. സാധാരണ കാച്ചാത്ത പച്ചപ്പാൽ പശുവും പാലാണ് എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനം ഫേസിന് വേണ്ടി ഉപയോഗിക്കുന്നത് മെഡിക്കൽ ഷോപ്പുകളിലും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ്. അതിന് വലിയ പൈസ പോലും ഇല്ല. വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ്. ഒരു കുപ്പി വാങ്ങി വെച്ചാൽ നിങ്ങളുടെ മുഖത്തിന് ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. അത് മോയ്സ്ചറൈസിങ്ങിനും അതേപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ്ങിനും സഹായിക്കുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. നമ്മളെ മുഖത്തുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പുറത്ത് പോയി വന്നാലെല്ലാം കുറച്ചൊരു ടിഷ്യൂ പേപ്പറിൽ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചാൽ തന്നെ മുഖം നല്ല ക്ലീൻ ആവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ 1 ടീസ്പൂൺ പാലിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ദിവസവും നിങ്ങളൊരു 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ദിവസവും നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് മുഖം തുടക്കുക എന്നാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വരുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. നമ്മുടെ മുഖത്തുള്ള എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെ പുറത്തെല്ലാം പോയി വന്നാൽ നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു കറുപ്പും കരുവാളിപ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് മാറി എപ്പോൾ മുഖം ഒരു ഫ്രഷ് ലുക്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും കൂടുതൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ ദിവസം ഒരു 2 മിനിറ്റ് ഈ പാലും ഗ്ലിസറിനും മിക്സ് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി കളയുക. അതിനുശേഷം തുടച്ച് കളയുക. മുഖം നന്നായി തുടച്ച് കളയുക. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളിത് ചെയ്യുക. അതേപോലെ തന്നെ രാവിലെ എണീച്ച് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം മുഖത്ത് ഇതേപോലെ ചെയ്യുക. അതുപോലെ ഉച്ചക്കും ഒന്ന് ചെയ്യാന്നാണെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും ഫ്രഷായി നിൽക്കും കേട്ടോ. ഇതിങ്ങനെ അങ്ങ് തുടച്ചാൽ മാത്രം മതി. അപ്പം തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിലുള്ള എല്ലാ കച്ചറകളും പോയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നിങ്ങളെ മുഖത്തിന് സൂട്ടാകുന്ന ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആയിട്ടുള്ള അലോവേര ജെല്ലോ നിങ്ങൾക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫേസ് പാക്കുകളുടെയോ അല്ലെ ഫേഷ്യലിൻ്റെയോ ഒരാവശ്യവും ഇല്ല. മുഖം എപ്പോഴും തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളുടെ ഉള്ള നിറം കാത്തു സൂക്ഷിക്കാനും അതേപോലെ കുറച്ച് കളർ കുറവുള്ളവരാണെങ്കിൽ അവരെ ഉള്ള നിറത്തിനേക്കാളും 1-2 ഷെയ്ഡ് കൂടാനും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഈ പാൽ എങ്ങനെയാണ് സൂട്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് 1 കപ്പ് പാൽ, ഒരു 1/2 കപ്പ് പാലെടുക്കാം. ഈ 1/2 കപ്പ് പാലിനെ കൊണ്ട് തന്നെ നമുക്ക് 3 സ്കിൻ ടൈപ്പുകാരുടെ കാര്യവും പറഞ്ഞു തരാം. അതായത് ആദ്യം ഈ 1/2 കപ്പ് പാലിൽ നമ്മൾ 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോൾ എന്തിനാണ്? അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ 3 ടൈപ്പ് സ്കിന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് മെയിനായിട്ട് ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്ന്. അപ്പോൾ ഇവർക്ക് ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഫേസ് പാക്ക്, അത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ഫേസ് പാക്കിന് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക എല്ലാന്നാണെങ്കിൽ ഏത് ഫേസ് പാക്കിലും നിങ്ങൾ പാല് യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് ഈ ഓരോ സ്കിൻ ടൈപ്പുകാരും ഇങ്ങനെ പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ആദ്യം പാലിൽ 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോൾ ഈ പാലൊന്ന് പെരുത്ത് വരും. നിങ്ങൾക്കറിയാലോ, പാലിൽ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ പാല് സെപ്പറേറ്റ് ആയിട്ട് വരും. അതിൻ്റെ ഫാറ്റ് വേറെ, അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് വേറെ ആയിട്ട് വരും.
അപ്പം അങ്ങനെ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലൂടെയോ നിങ്ങൾ അരിച്ചെടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പാലും ഫാറ്റും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഈ പാലും ഫാറ്റും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കുക. പാല് മാറ്റി വെക്കുക, അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഫാറ്റ്, ഈ കട്ടിയിൽ വരുന്ന ഈ ഒരു സാധനവും മാറ്റി വെക്കുക. ഈ ഫാറ്റാണ് ഡ്രൈ സ്കിന്നുകാർ പാല് യൂസ് ചെയ്യേണ്ട ഫേസ് പാക്കുകളിൽ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ അതിൻ്റെ ഫാറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഫേസ് പാക്കിൽ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കേണ്ടത്. ഇനി അതിൻ്റെ താഴെ വന്ന ഫാറ്റ് റിമൂവ് ചെയ്ത പാലുണ്ടല്ലോ, അതാണ് ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കേണ്ടത്. അവർക്ക് മുഖക്കുരു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഫാറ്റ് റിമൂവ് ചെയ്ത പാല് യൂസ് ചെയ്യുക എന്നുള്ളത്. മറ്റേത് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഫാറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫാറ്റ് റിമൂവ് ചെയ്തെടുത്ത പാല് പിന്നെ നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സാധാരണ പാല് ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്ത പാല് ഓയിലി സ്കിന്നുകാർ, പാല് നോർമൽ സ്കിന്നുകാർ, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഫാറ്റുമാണ്. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും പാല് യൂസ് ചെയ്യുക കേട്ടോ. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഗ്ലിസറിന് ചിലപ്പം പിടിച്ചെന്ന് വരില്ല. അവരുടെ മുഖം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്താലും പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവർ മാക്സിമം ഒന്നും ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ നോർമൽ സ്കിന്നാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർ രാവിലെ എണീച്ച ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നെറ്റിയുടെ ഭാഗം, മൂക്കിൻ്റെ 2 ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടും താടിയും ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയെല്ലാം അവർക്ക് ഓയിലി ആയിരിക്കും. പിന്നെ നോർമൽ സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് അധികം ഓയിലും ഉണ്ടാവില്ല, എന്നാൽ പിന്നെ അധികം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കില്ല. അവരുടെ ഫേസ് എപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു രീതിക്കാണ് ഉണ്ടാകുക. ഓവറായിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ അവരുടെ മുഖത്തിന് ഉണ്ടാവില്ല. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ രാവിലെ എണീച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെ ഭാഗം, അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗം, ഇവിടെയൊന്നും അങ്ങനെ ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാകുക. അങ്ങനെയുള്ളതാണ് ഡ്രൈ സ്കിന്ന് മനസ്സിലാക്കുക. അത് രാവിലെ ഉണർന്ന ഉടനെ നമ്മുടെ ഫേസിൽ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് ഈ ഒരു 3 കാര്യം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നോർമൽ സ്കിന്നുകാരാണെങ്കിൽ അവർ കുറച്ചൊരു ഓയിലിയും കുറച്ചൊരു ഡ്രൈ ആയിട്ടും ആയിരിക്കും. അവർ ഞാൻ ഈ പറഞ്ഞ ഈ മൂക്കിൻ്റെ ഭാഗം, താടീൻ്റെ ഭാഗം, നെറ്റി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവർ നോർമൽ സ്കിന്നുകാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വെറും പാൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മുഖം തിളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.